Hi friends, wish you a Merry Christmas and Happy New Year. അപ്പോൾ ക്രിസ്മസ് ഒക്കെയാണ് എങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് ക്രിസ്മസ് ആഘോഷങ്ങളിലോട്ടൊക്കെ പോകാം. അപ്പോൾ ഇന്ന് പഠിക്കുന്നത് സ്ഥലങ്ങളും വിശേഷണങ്ങളും എന്ന സബ്ജക്റ്റിനെ പറ്റിയാണ്. ഞാൻ 10 സ്ഥലങ്ങൾ പറയും. എങ്ങനെയാണ്? 10 സ്ഥലങ്ങളാണ്. അതിനെപ്പറ്റി എന്ത് വിശേഷണമാണ് ആ സ്ഥലത്തിന് കൊടുത്തിട്ടുള്ളതെന്നും പറയും. അപ്പം LGS നിലവാരത്തിലുള്ള ചോദ്യപേപ്പറുകളിലൊക്കെ ആണെങ്കിലും ഡിഗ്രി ചോദ്യപേപ്പറുകളിലാണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും സ്ഥലങ്ങളുടെ വിശേഷണങ്ങൾ ചോദിക്കും. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളം അങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ല, എങ്കിലും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് 3 സീകളുടെ നഗരം. 3 സീകളുടെ നഗരം. എന്താണ് സി? ABC, ആൽഫബറ്റ് ലെറ്റർ C. 3 സീകളുടെ നഗരം ഏതാണ്? തലശ്ശേരിയാണ്. നമുക്ക് ആ 3 സി ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് കേക്ക്, 2 ക്രിക്കറ്റ്, 3 സർക്കസ്. എങ്ങനെയാണ്? കേക്ക്, ക്രിക്കറ്റ്, സർക്കസ് എന്നീ 3 കാര്യങ്ങൾക്ക് പ്രശസ്തമായ സ്ഥലമാണ് തലശ്ശേരി. അതുകൊണ്ടാണ് അതിനെ 3 സീകളുടെ നഗരം എന്ന് പറയുന്നത്. അടുത്തത് രണ്ടാമത്തേത് വയനാടിന്റെ കവാടം. എല്ലാവർക്കും അറിയാം അല്ലെ? ഏതാ വയനാടിന്റെ കവാടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം? ലക്കിടിയാണ്. എവിടെയാണ്? ലക്കിടി. ഇനി കേരളത്തിന്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നതും എന്താണ്? ലക്കിടി തന്നെയാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു കേക്ക്, ക്രിക്കറ്റ്, സർക്കസ്, 3 സികളുടെ നഗരം തലശ്ശേരി. 2 എന്ത് പഠിച്ചു? വയനാടിന്റെ കവാടം ലക്കിടി, കേരളത്തിന്റെ ചിറാപ്പുഞ്ചി ലക്കിടി. ഇനി കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? സാംസ്കാരിക തലസ്ഥാനം കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണെങ്കിൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. എവിടെയാണ്? തൃശ്ശൂര്. ഇനി സപ്തഭാഷകളുടെ സംഗമഭൂമി. എങ്ങനെയാണ്? സപ്തഭാഷകളുടെ സംഗമഭൂമി. സപ്തം എന്ന് പറയുമ്പോൾ എന്താ? 7. അപ്പം സപ്തഭാഷ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല അല്ലെങ്കിൽ സ്ഥലം ഏതാണ്? കാസർഗോഡാണ്. അപ്പം സപ്തഭാഷ സംഗമഭൂമി കാസർഗോഡിലും ഒരു ഉണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് കിട്ടും. എങ്ങനെയാണ്? സപ്തഭാഷ സംഗമഭൂമി എന്ത്? കാസർഗോഡ്. അടുത്തത് ഇന്ത്യയിലെ നിത്യഹരിത നഗരം ഏതാണ്? ഇന്ത്യയിലെ തന്നെ നിത്യഹരിത നഗരം. അത് നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരമാണ്. അപ്പം ഇന്ത്യയിലെ നിത്യഹരിത നഗരം തന്നിട്ട് ചോദിക്കും തിരുവനന്തപുരം, തൃശ്ശൂര് ഒക്കെ തരും. അപ്പോഴെന്താണ്? തിരുവനന്തപുരം ബബിൾ ചെയ്യുക. സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂര്. പിന്നെ നിത്യഹരിത നഗരം, ഇന്ത്യയിലെ തന്നെ നിത്യഹരിത നഗരം എന്ന പദവി നേടിയെടുത്ത ഒരു ജില്ലയാണ്, സ്ഥലമാണ് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. അടുത്തത് കേരളത്തിന്റെ നെതർലൻഡ്. കേരളത്തിന്റെ നെതർലൻഡ് ഏതാണ്? കുട്ടനാട്. കേരളത്തിന്റെ നെതർലൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. അടുത്തത് കേരളത്തിന്റെ ഓറഞ്ച് തോട്ടം. കേരളത്തിന്റെ ഓറഞ്ച് തോട്ടം ഏതാണ്? നെല്ലിയാമ്പതി. എന്താണ്? നെല്ലിയാമ്പതി. കേരളത്തിൽ ഓറഞ്ചും നെല്ലിക്കയൊക്കെ കിട്ടുന്നു എന്ന് ഓർത്താൽ കേരളത്തിന്റെ ഓറഞ്ച് തോട്ടം നെല്ലിയാമ്പതി എന്ന് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് 3 എല്ലുകളുടെ നഗരം. എന്താണ്? 3 എല്ലുകളുടെ നഗരം. അതുപോലെ തന്നെ അക്ഷരനഗരി എന്നും അറിയപ്പെടുന്നു. എൻ്റെ ഒരു ക്ലൂ പറഞ്ഞതാണ്. 3 എല്ലുകളുടെ നഗരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടത്തില്ല. അക്ഷരനഗരി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ഏതാണ്? നമ്മുടെ സ്വന്തം കോട്ടയാണല്ലേ. അപ്പൊ ഏതൊക്കെയാണ് ആ എല്ലുകളെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ലേക്സ്, തടാകങ്ങള്. രണ്ടാമത്തേത് ലെറ്റേഴ്സ്. മൂന്നാമത്തേത് ലാറ്റക്സ്. എന്താണ്? ലാറ്റക്സ്. റബ്ബറിൽ നിന്ന് കിട്ടുന്ന ലാറ്റക്സ്. അപ്പം 3 എല്ലുകളുടെ നഗരം അഥവാ അക്ഷരനഗരി എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. ലേക്സ്, ലെറ്റേഴ്സ്, ലാറ്റക്സ് ആണ് ആ 3 എല്ലുകൾ. ആദ്യമേ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? 3 സീകളുടെ നഗരം. കേക്ക്, ക്രിക്കറ്റ്, സർക്കസ്. അതേതാണ്? തലശ്ശേരി. അപ്പൊ ഇത്രയും പഠിച്ചു. ഇനി എന്താണ്? കിഴക്കിന്റെ വെനീസ്. എന്താണ്? കിഴക്കിന്റെ വെനീസ് ആലപ്പുഴ, എല്ലാവർക്കും അറിയാം. അടുത്തത് കേരളത്തിന്റെ പഴക്കൂട. ഏതാണ് കേരളത്തിന്റെ പഴക്കൂട? ഇടുക്കിയാണല്ലേ. ഇടുക്കിയാണ് കേരളത്തിന്റെ പഴക്കൂട.
അപ്പം 10-11 സ്ഥലങ്ങളും വിശേഷണങ്ങളും ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ നിന്ന് ഏതൊക്കെയെങ്കിലും ചോദിക്കും. പ്രത്യേകിച്ച് കേരളത്തിന്റെ ചിറാപ്പുഞ്ചിയും വയനാടിന്റെ കവാടവും ഒക്കെ നോക്കി വെക്കുക, ലക്കിടി എന്നുള്ളത്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതും ഉണ്ട്, ഞാൻ പറയുന്നില്ല. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഈ 10-11 സ്ഥലങ്ങളും അതിന്റെ വിശേഷണങ്ങളും പറഞ്ഞപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം അതിനകത്തുണ്ട്. ഒരു പ്രത്യേകതയുള്ളൊരു സംഭവമുണ്ട്. അത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഏതാണ് ആ സ്ഥലം, ഏതാണ് ആ വിശേഷണം എന്ന് കണ്ടുപിടിക്കണം. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് പറയാം. 10 എണ്ണത്തിനകത്ത് ഒരെണ്ണം മാത്രം ഡിഫറെൻ്റ് ആണ്. 10 എണ്ണത്തിനകത്ത് ഒരെണ്ണം മാത്രം ഡിഫറെൻ്റ് ആണ്. ആ ഡിഫറെൻ്റ് ആയ സ്ഥലവും വിശേഷണവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.